റഷ്യ ആണവായുധ പോർമുഖത്ത് നിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണം റഷ്യയ്ക്ക് ചുറ്റും ആക്രമണം കടുപ്പിക്കാൻ എന്ന രീതിയിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു. പ്രശാന്ത് സർ, എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ബ്രിട്ടൻ ഇതാ ഏതു നേരവും യുദ്ധത്തിന് തയ്യാർ എന്നുള്ള രീതിയിൽ ബ്രിട്ടനും എത്തി നിൽക്കുന്നു. മിഡിൽ ഈസ്റ്റിന് പിന്നാലെ യൂറോപ്യൻ കൺട്രികളിലേക്കും, അതായത് യൂറോപ്പിനും കൂടി ഒരു യുദ്ധഭീതി നിൽക്കുകയല്ലേ? ഏത് നിമിഷവും യുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതി യൂറോപ്പിനെയും വിഴുങ്ങാൻ നിൽക്കുകയല്ലേ? അത്തരത്തില് യൂറോപ്യൻ കൺട്രീസിലേക്ക്, നാറ്റോ രാജ്യങ്ങളിലേക്ക് ആയിരിക്കും ഒരുപക്ഷെ യുക്രൈനപ്പുറം ഒരു തിരിച്ചടി റഷ്യ നടത്താൻ പോകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതിനകത്ത് അമേരിക്കയും ഉൾപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള ആശങ്കയാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. ഏതായാലും റഷ്യ തിരിച്ചടി കൊടുത്തേ മതി, തിരിച്ചടി കൊടുത്തിരിക്കും. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള പ്രസ്താവനയും വന്നു. സെലൻസ്കി വളരെ കൂടുതലായിട്ട് ദുഃഖിക്കേണ്ടി വരും, ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇവരെ സഹായിച്ച രാജ്യങ്ങൾ, ഈ നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അതിനകത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഫ്രാൻസ് ഉണ്ട്, ഒന്ന് ജർമ്മനി ഉണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടൻ ഉണ്ട്. അറിയാമല്ലോ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ പറയുന്ന രാജ്യത്തെ പറ്റി അറിയാമല്ലോ, ആ രാജ്യമുണ്ട്. അപ്പം അതിനകത്ത് വളരെ കൃത്യമായിട്ട് റഷ്യക്ക് വ്യക്തതയുള്ളതുമാണ്. കാരണം അവിടെ വീണിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള പല ആയുധങ്ങളും പരിശോധിക്കുമ്പോൾ സഹായിക്കുന്നില്ല എന്നുള്ള സമയത്ത് പോലും അവർക്ക് പരിശോധിക്കുമ്പോൾ ഇത് ഇന്ന രാജ്യത്തിന്റെ ആയുധം ആണെന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ചില ആയുധങ്ങൾ അവിടെ ഒരു ഈ പറയുന്നത് പോലെ ഉപയോഗിക്കുന്നു എന്നുള്ള പറഞ്ഞൊരു ആശങ്ക നേരത്തെ കേട്ടിട്ടുള്ളതായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ പോലെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ നമ്മൾ വേറെ രാജ്യത്തിന് കൊടുക്കുന്നതാണ്, ആ രാജ്യം അങ്ങോട്ട് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് കൊടുത്തതല്ല. അന്ന് അത്തരത്തിലൊരു ആക്ഷേപം, ഇന്ത്യ ആയുധം യുക്രൈന് അല്ലെങ്കിൽ യുക്രൈന് കൊടുത്തിരിക്കുന്നു, ആ ആയുധങ്ങൾ പരിശോധിക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങളാണെന്നുള്ള. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലുള്ള ഒരു ശക്തി ഒന്നുമല്ല ഇപ്പൊ ഈ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ. പണ്ട് ആന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സംവിധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ആ രാജ്യത്തിന്റെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. നമ്മൾ റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ നമ്മുടെ പട്ടാളത്തിന്റെ കണക്കെടുത്താൽ ഏതാണ്ട് 14 ലക്ഷം പട്ടാളം നമുക്ക് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉണ്ട്. 14 ലക്ഷം. ഒരു രണ്ടാം സ്ഥാനമാണെന്ന് തോന്നുന്നു. ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്, പിന്നെ റഷ്യ വരും, അമേരിക്ക വരും. പക്ഷെ ഈ സ്ഥാനത്ത് ഈ പറയുന്ന ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ കണക്കറിയാം, ഏതാണ്ട് 73,000-നകത്തേ വരുന്നുള്ളൂ. മൊത്തം റിസർവ് ഉൾപ്പെടെ നോക്കിയാൽ കൂർക്ക ഏതാണ്ട് 4,000-ഓളം വരുന്നെന്നാണ് തോന്നുന്നത്. കൂർക്ക പട്ടാളം, അവർക്കും കൂർക്ക പട്ടാളമുണ്ട്. ആ സ്ഥാനത്ത് നമുക്ക് 50,000 ഉണ്ട്. അപ്പം കൂർക്ക പട്ടാളം എല്ലാം, പിന്നെ റിസർവ് നിൽക്കുന്നത് എല്ലാം കൂടെ കൂട്ടിയാൽ ഏതാണ്ട് 1 ലക്ഷത്തിനകത്തേ വരുന്നുള്ളൂ. 1 ലക്ഷം പട്ടാളമാണുള്ളത്. ആ സ്ഥാനത്താണ് ഏതാണ്ട് ഈ 12 13 സജീവ പട്ടാളക്കാരും എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരും റിസർവ് 10 ലക്ഷമുള്ള റഷ്യയുടെ കാര്യത്തിനാണ്. പട്ടാളത്തിന്റെ കാര്യം മാത്രമേ, മിലിറ്ററിയുടെ കാര്യം മാത്രമേ. ഇനിയും നമ്മൾ പരിശോധിച്ചാൽ ഈ അതുപോലെ നേവി, റോയൽ നേവി എന്നാണ് ഈ പറയുന്ന ഇവരെ അറിയപ്പെടുന്നത്, റോയൽ നേവി. അതിനകത്ത് ഏതാണ്ട് റോയൽ നേവിയിൽ 32,000 ആൾക്കാരുണ്ട്. അതിന്റെ റിസർവ് എല്ലാം കൂടെ കൂട്ടിയാൽ 32,000-ന്റെ കൂടെ റിസർവിൽ കിടക്കുന്ന ഏതാണ്ട് 5,000 കൂടെ കൂട്ടിയാൽ, അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിയാലും ഏതാണ്ട് 37,000 റോയൽ നേവി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനമേ ഉള്ളൂ. അതുപോലെ തന്നെ റോയൽ എയർഫോഴ്സ്, അതിനകത്തും ഈ പറയുന്ന പോലെ 30,000-നകത്ത് ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ 32,000 അത്തരത്തിലുള്ള എയർഫോഴ്സ് സംവിധാനമേ ഉള്ളൂ. റിസർവും എല്ലാം കൂടെ കൂട്ടി ഒരു 5,000 പേരും കൂടെ കൂട്ടി അത്രയും കാണും. അപ്പം ഇത്രയുമേ ഉള്ളൂ അവരുടെ ഈ പറയുന്നത് പോലെ സൈനിക ബലം. അത് മിലിറ്ററിയുടെ, എയർഫോഴ്സിന്റെയും നേവിയുടേതും എല്ലാം കൂടെ കൂട്ടി. പക്ഷെ ആധുനിക രീതിയിലേക്കുള്ള ആയുധങ്ങളുണ്ട്, സംവിധാനം ഉപയോഗിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ യുദ്ധ സംവിധാനങ്ങൾ ഈ പറയുന്ന പോലെ ആധുനിക രീതിയിലേക്കുണ്ട്. എന്നാലും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ബ്രിട്ടൻ അല്ലെങ്കിൽ റഷ്യയുമായിട്ട്, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ തിരിച്ചടിക്കും, റഷ്യ ആക്രമിക്കാൻ വന്നാലെന്നൊക്കെ പറയുമ്പോൾ റഷ്യയെ പോലെയുള്ള ഒരു രാജ്യത്തിനകത്ത് ഇത്രയും കുറഞ്ഞ പട്ടാളത്തെയും ഇത്രയും കുറഞ്ഞ എയർഫോഴ്സ് നേവി സംവിധാനത്തെയും ഒക്കെ വെച്ചിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒക്കും എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. ഇതുപോലെ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ നാറ്റോ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ. ഈ നാറ്റോ രാജ്യങ്ങൾക്കകത്ത് ഫ്രാൻസ് ഒക്കെ ചില 1, 2, 3
രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ അവസ്ഥ ഏതാണ്? ഇപ്പൊ തന്നെ ഈ രാജ്യത്തിന്റെ മൊത്ത കച്ചവടക്കാരൻ അമേരിക്ക, UN സ്ഥിരാംഗമാ, നാറ്റോ മെമ്പറാ, അതുപോലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ്. മാത്രമല്ല ഇവർക്ക് ആണവായുധം ഉണ്ടെന്ന് പറയും. ആണവായുധത്തിന്റെ സ്വിച്ച് ഇല്ല, പറഞ്ഞ പോലെ ഇതിനകത്ത് പറയുന്നത് അതിന്റെ സ്വിച്ച് അങ്ങ് അമേരിക്കയിൽ ഇരിക്കുന്നെന്ന് പറയുന്ന വരെയുള്ള വാർത്തയുണ്ട്. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്നത് ഈ സ്വിച്ച് അമേരിക്കയുടെ അവിടെ ഇരിക്കുവാന്നാ പറയുന്നത്, ഇവരുടെ ആണവായുധത്തിന്റെ. അപ്പം ഈ രീതിയിലേക്കാണ് ഈ നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒക്കെ പ്രശ്നം. അപ്പൊ ഈ നാറ്റോ കൂട്ടായ്മ തന്നെ ഇതിനാ ഉണ്ടാക്കിയേക്കുന്നത്. ഏതെങ്കിലും ഒരുത്തിനെ അടിച്ചാൽ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചടിക്കും. എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സൈനിക ബലമുള്ള രാജ്യങ്ങൾ ലോകത്ത് യൂറോപ്യൻ കൺട്രീസ് അല്ലെ നാറ്റോ രാജ്യങ്ങളിൽ വളരെ കുറവാണ്. ഇവിടെയെല്ലാം ഈ അമേരിക്കയെ പോലുള്ള രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇത് തന്നെയാണ് അമേരിക്ക ഈ മറ്റുള്ള രാജ്യങ്ങളെ ഒരു പരിധിക്കപ്പുറം അതിന് വിടുന്നതുമില്ല. കാരണം അവന്റെ കീഴിൽ എപ്പോഴും അവന്റെ സഹായത്തോടു കൂടി എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഞങ്ങളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ അമേരിക്കയോട് പിണങ്ങിയാൽ ഞങ്ങളുടെ രാജ്യത്ത് വേറെ രാജ്യം കയറി വരും, അവരെ എതിർക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല എന്നുള്ള രീതിയിലേക്ക് ഈ രാജ്യങ്ങളെയൊക്കെ ഇങ്ങനെയാണ് പെടുത്തി അമേരിക്ക ഒരു പരിധി വരെ നിർത്തി. ഇത് തന്നെയാണ് അറേബ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ. ഈ അറേബ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ അവസ്ഥ എന്തോ? സൗദിയിൽ പട്ടാളം വളരെ മോശം. അതുകൊണ്ട് ഹൂത്തി ഇടയ്ക്കിടെ കയറി അടിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ അമേരിക്ക എന്നത് അമേരിക്കയുടെ ബേസ് നിൽക്കുന്നത്. ഈ അമേരിക്കയുടെ ബേസ് അവിടെ കിടക്കുന്നുണ്ട്. അതിനെ ഭയന്നാണ് ഈ പറഞ്ഞതുപോലെ ഒരു പരിധി വരെ ഈ തിരിച്ച് ആക്രമിക്കുക. അല്ലെങ്കിൽ ഇവന്മാർ ഈ ഹൂത്തികളൊക്കെ കയറി അവിടുത്തെ പറയുന്ന രാജാവിനെ ഉൾപ്പെടെ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ കയറി അവന്മാരിരിക്കും. അപ്പൊ ഇത് ലോകത്ത് എണ്ണപ്പെട്ട പല രാജ്യങ്ങളുടെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള സമ്പന്നമായിട്ടുള്ള പല രാജ്യങ്ങളുടെയും കാര്യം ഇതാണ്. അത് മുസ്ലിം രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളുടെ അവസ്ഥ, ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ, നാറ്റോ സഖ്യത്തിനകത്തുള്ള രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആ രാജ്യത്തെ രക്ഷിക്കാൻ പ്രാപ്തമായിട്ടുള്ള സൈനിക ബലം ഇല്ലാത്ത രാജ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇപ്പൊ യുക്രൈനെ സഹായിച്ചു നാറ്റോ രാജ്യങ്ങളുള്ള രീതിയിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ സഹായിച്ചോ എന്നുള്ള കെയർ ഓഫിൽ സഹായിച്ചു, ഏതർത്ഥത്തിലായാലും സഹായിച്ചു. ഈ സഹായിച്ചത് ഇവരാണ്. അതുകൊണ്ട് ഇതിനുള്ള ശേഷിയില്ല. യുക്രൈനെ ഇനിയും സഹായിക്കാൻ ഇവർ മുതിരണ്ട, അതുകൊണ്ട് ഒരു തിരിച്ചടി കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് റഷ്യ വിചാരിച്ചാൽ ഒരുപക്ഷെ ഇവരെക്കാട്ടി കൂടുതൽ ഫ്രാൻസ് ഒന്ന് പിടിച്ചേക്കും. ഫ്രാൻസ് ഇതിനെക്കാട്ടിലൊക്കെ പട്ടാളത്തിന്റെ കാര്യത്തിലും സൈനിക ബലത്തിലും ഒക്കെ അല്പം ശക്തി കൂടുതലുള്ള രാജ്യമാണ്. ഇപ്പം ഈ ബ്രിട്ടനും ഈ ജർമ്മനിയും അല്ലെങ്കിൽ ഫ്രാൻസും ഒക്കെ ഈ ഒരു യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും. അത്തരത്തിൽ ഒരു ഇടപെടിയിൽ വന്നാലാണ് നമ്മൾ ഈ പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പം ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യും എന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെ യുദ്ധം ചെയ്യും? സൈന്യം പോലുമില്ല. ഏതാണ്ട് 73,000 മാത്രമാണ് മിലിറ്ററിയുടെ അവസ്ഥ. ആ ഒരു വലിയ രാജ്യത്തോട് എങ്ങനെ യുദ്ധം ചെയ്യും എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഏതായാലും ഈ രാജ്യങ്ങൾ പ്രശ്നത്തിലാണ്. റഷ്യയുടെ തിരിച്ചടി ഏതവസരത്തിലും ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ കരുതി തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ രഹസ്യാന്വേഷണ സംവിധാനം ഒക്കെ ഉള്ളത് കൊണ്ട് അതിനുള്ള സാധ്യതയും അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഉള്ള വിവരവും അവർക്ക് കിട്ടിക്കാണും. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സൈന്യമില്ല, പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യും? അതാണ് ഇപ്പൊ പലരും ആശങ്കപ്പെടുന്നതും അല്ലെങ്കിൽ പലരും ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം. യെസ്, എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഉക്രൈന് അതിശക്തമായ തിരിച്ചടി നൽകിയതിന് പിന്നാലെ റഷ്യ ബ്രിട്ടനെയും ഫ്രാൻസിനെയും ജർമ്മനിയെയും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കാരണം അത്രയേറെ ആ സമയങ്ങളിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ശത്രു രാജ്യമായി തന്നെ റഷ്യയെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആണവായുധ പോർമുഖത്താണ് റഷ്യയുള്ളത്. ആണവായുധം വേണ്ടി വന്നാൽ പ്രയോഗിക്കും എന്ന ഉറച്ച നിലപാടിലാണ്. അങ്ങനെയെങ്കിൽ റഷ്യയോടുള്ള യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് ബ്രിട്ടൻ. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.